ഹലോ ഓൾ. ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെറ്റ്വർക്കിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ടോപ്പിക്കാണ് കേട്ടോ. സോ ടോപ്പിക് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ക്രൈറ്റീരിയ. എന്താണ് നെറ്റ്വർക്ക് ക്രൈറ്റീരിയ? നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർ കണക്ഷൻ ഓഫ് മെഷീൻസ് ആണ്. ആ കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ട്രാൻസ്മിഷൻ പാത്ത് വെച്ചിട്ട് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഒരു നെറ്റ്വർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് എന്നും നമ്മൾ പറഞ്ഞു. അതായത് ഇൻഫർമേഷൻസ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ, അതുപോലെ നമ്മളുടെ റിസോഴ്സുകളെ ഷെയർ ചെയ്യാൻ ഒക്കെയാണ് നമ്മളൊരു നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് നെറ്റ്വർക്ക് ക്രൈറ്റീരിയ എന്ന് ചോദിച്ചാൽ, സപ്പോസ് നമ്മൾ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പോകുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു സംഭവം ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിലുണ്ടാകും ആ ബിൽഡ് ചെയ്യപ്പെടുന്ന സംഭവം ഇന്ന കാര്യങ്ങൾ ഫുൾഫില്ല് ചെയ്യണം, അല്ലേ? നമ്മൾ എപ്പോഴും ഒരു എയിമോട് കൂടിയല്ലേ നമ്മൾ എന്തൊരു കാര്യത്തിനെയും അപ്രോച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു നെറ്റ്വർക്കിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു 3 പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഒരു 3 തിങ്സ് ഉണ്ട്. ആ 3 തിങ്സിനെയാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് ക്രൈറ്റീരിയ എന്നുള്ള ടൈറ്റിലിൽ നമ്മൾ പഠിക്കുക. ഓക്കെ, സോ നോക്കിക്കോളൂ. നെറ്റ്വർക്ക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു 3 കാര്യങ്ങളെയാണ്. ദാറ്റ് ഈസ് നെറ്റ്വർക്കിൻ്റെ പെർഫോമൻസ്, അതുപോലെ നെറ്റ്വർക്കിൻ്റെ റിലയബിലിറ്റി, അതുപോലെ തന്നെ നെറ്റ്വർക്കിനുള്ള സെക്യൂരിറ്റി. സോ പെർഫോമൻസ്, റിലയബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി ഈസ് കൗണ്ടഡ് ആസ് നെറ്റ്വർക്ക് ക്രൈറ്റീരിയ. ഓക്കെ, സോ ഈ 3 പേരുകൾ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ആ പേരുകൾ തന്നെ കൺവേ ചെയ്യുന്നുണ്ട് അത് എന്താണെന്നുള്ളത്. ബട്ട് ഫർദർ നമ്മൾ ഒന്നും കൂടി നോക്കുവാണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നെറ്റ്വർക്ക് ക്രൈറ്റീരിയയിൽ എന്താണ് പെർഫോമൻസ്, അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നെറ്റ്വർക്കിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു 3 ഫാക്ടേഴ്സാണ്. ഏതൊക്കെയാണ് 3 ഫാക്ടേഴ്സ് എന്ന് അറിയാമോ? ഒന്ന് ട്രാൻസിറ്റ് ടൈം, സെക്കൻഡ് വൺ റെസ്പോൺസ് ടൈം, ആൻഡ് ദ തേർഡ് വൺ ത്രൂപുട്ട് ആൻഡ് ഡിലേ. നമുക്ക് നോക്കാം ഓരോന്നും എന്താണ് എന്നുള്ളത്. ട്രാൻസിറ്റ് ടൈം. ട്രാൻസിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക, ഞാനൊരു നെറ്റ്വർക്കിനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് 2 മെഷീൻസ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. 2 അല്ല, ഒരു നെറ്റ്വർക്കിൽ ഇഷ്ടംപോലെ മെഷീൻസ് ഉണ്ടാകും. ബട്ട് ഫോർ ദ ടൈം ബീയിങ് നിങ്ങൾ വിചാരിക്കുക ഇതെൻ്റെ ഒരു നെറ്റ്വർക്കാണ്. ഇത് എ എന്ന് പറയുന്ന മെഷീനാണ്, ഇത് ബി എന്ന് പറയുന്ന മെഷീനാണ്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ട്രാൻസിറ്റ് ടൈം? ട്രാൻസിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന മെഷീൻ ഒരു മെസ്സേജ് ബി എന്ന് പറയുന്ന മെഷീനിലേക്ക് സെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു മെസ്സേജ്, ഒരു വാട്ടെവർ, ഒരു ഡേറ്റ, ഒരു ടെക്സ്റ്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. ഒരു മെഷീൻ ആ നെറ്റ്വർക്കിലുള്ള അടുത്ത മെഷീനിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, എത്ര സമയം കൊണ്ടാണ് ഈ മെസ്സേജ് എ എന്ന് പറയുന്ന മെഷീനിൽ നിന്നും ബി എന്ന് പറയുന്ന മെഷീനിലേക്ക് എത്തുന്നത്? ആ ടൈമിനെയാണ് നമ്മൾ ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത്. ട്രാൻസിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഡേറ്റ എത്ര ടൈം എടുത്തിട്ടാണ് ആ സെൻഡർ മെഷീനിൽ നിന്നും റിസീവർ മെഷീനിലേക്ക് എത്തുന്നത്. ആ ടൈം കൗണ്ടിനെയാണ് നമ്മൾ ട്രാൻസിറ്റ് ടൈം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഇപ്പോൾ ഞാനിവിടെ ഒരു ഡേറ്റ എടുക്കുന്നു. ആ ഡേറ്റ ഒരു 5 സെക്കൻഡ്സിൽ ഈ മെഷീനിൽ എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 5 സെക്കൻഡ് എന്ന് പറയുന്നതാണ് ആ ഡേറ്റയുടെ ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, റെസ്പോൺസ് ടൈം. എന്താണ് റെസ്പോൺസ് ടൈം? റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ബ്രൗസ് ചെയ്യാമെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ നെറ്റ്വർക്കിൻ്റെ ഡെഫിനീഷനാണ് നിങ്ങൾ, കൃത്യമായിട്ടുള്ളൊരു ഡെഫിനീഷനാണ് നിങ്ങൾ ബ്രൗസ് ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. സോ നിങ്ങൾ ഡെഫിനീഷൻ ഫോർ നെറ്റ്വർക്ക് എന്നെഴുതി ആ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുമല്ലോ. അപ്പോഴത്തേക്കും നമുക്ക് കുറേ പേജസ് ലിസ്റ്റ് ചെയ്യും, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്തു,
അപ്പോഴേക്കും കുറേ പേജസ് നമുക്ക് ലിസ്റ്റ് ആകുന്നു. ഒരു റിക്വസ്റ്റ് നിങ്ങൾ കൊടുക്കുന്നു, എത്ര ടൈമിനുള്ളിലാണ് ആ റെസ്പോൺസ് നിങ്ങളിലേക്ക് എത്തുന്നത്, ആ ടൈമിനെയാണ് നമ്മൾ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ റെസ്പോൺസ് ടൈം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത് നമുക്ക് സെക്കൻഡുകളോ മിനിറ്റ്സോ ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണ് ഫ്ലാഷ് ചെയ്ത് ഇങ്ങനെ തുറക്കുന്നതിന് മുന്നേ നമുക്ക് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് 0.00 അത്രയേ ഉള്ളൂ സെക്കൻഡ്സ് എടുക്കുന്നുള്ളൂ. സോ റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ ഇതാണ്, നിങ്ങൾ മെഷീനിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, നെറ്റ്വർക്കിലേക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, ആ റിക്വസ്റ്റിനുള്ള റെസ്പോൺസ് നിങ്ങളിലേക്ക് എത്താനുള്ള ടൈം, ആ ടൈമിനെയാണ് നമ്മൾ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ദെൻ ത്രൂപുട്ട് ആൻഡ് ഡിലേ. എന്താണ് ത്രൂപുട്ട്? അതായത് ആ സിസ്റ്റം എത്ര ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തു, എത്ര പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു, ആ എൻറ്റയർ സിസ്റ്റത്തിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ത്രൂപുട്ട് എന്ന് പറയുക. ദെൻ വാട്ട് ഈസ് ഡിലേ? വിതൗട്ട് മച്ച് ഡിലേ നമുക്ക് ഡേറ്റ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന റിക്വസ്റ്റഡ് ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കണം. സോ ത്രൂപുട്ട് എപ്പോഴും കൂടുതലായിരിക്കണം, ഡിലേ എപ്പോഴും കുറവായിരിക്കണം, അല്ലേ? നമ്മളൊരു കാര്യം എൻ്റർ ചെയ്തിട്ട് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യുമോ? ഇല്ല, അല്ലേ? നമുക്ക് പെട്ടെന്ന് ഡേറ്റ കിട്ടണം. സോ ത്രൂപുട്ട് എന്ന് പറയുന്നത് എൻറ്റയർ ത്രൂപുട്ട് ഓഫ് ദ സിസ്റ്റം മസ്റ്റ് ബി കൂടുതലായിരിക്കണം. ദെൻ ഡിലേ എന്ന് പറയുന്നത് ഓഫ് ദ സിസ്റ്റം ഷുഡ് ബി ലോ. മനസ്സിലായോ? ത്രൂപുട്ട് ഓഫ് ദ സിസ്റ്റം മസ്റ്റ് ബി ഹൈ ആൻഡ് ഡിലേ ഓഫ് ദ സിസ്റ്റം ഷുഡ് ബി ലോ. സോ ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുക. ദെൻ സെക്കൻഡ് വൺ, റിലയബിലിറ്റി. എന്താണ് റിലയബിലിറ്റി? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. വാട്ട് ഈസ് റിലയബിലിറ്റി? റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ നെറ്റ്വർക്ക് വെച്ചിട്ട് നിങ്ങളുടെ കണക്ഷൻ ഏതാണോ ആ കണക്ഷൻ വെച്ചിട്ട് നിങ്ങൾ എൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ കണക്ഷൻ എത്രത്തോളം റിലയബിൾ ആണ്? ദാറ്റ് ഈസ് ആ കണക്ഷൻ ബ്രേക്ക് ആവാതെ, അല്ലേ, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ലാതെ നമുക്ക് ആ പറയുന്ന വീഡിയോ കാണാനോ അല്ലെങ്കിൽ നമ്മളുടെ സെർച്ചിങ് പേർപ്പസ് ഫുൾഫിൽ ചെയ്യാനോ ഒക്കെ നമുക്ക് പറ്റുന്നുണ്ടോ? ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ, ദെൻ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് റിലയബിൾ ആണ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു നെറ്റ്വർക്ക് നമ്മൾ ബിൽഡ് ചെയ്യുന്നു, ആ നെറ്റ്വർക്ക് ഫെയിലിയർ ആവരുത്. ഓക്കെ, നെറ്റ്വർക്ക് ഫെയിലിയർ ആയി പോവരുത്. പക്ഷേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? മെഷീൻസ് ആണ്, പവറാണ്, നെറ്റ്വർക്കാണ്, എപ്പോൾ വേണമെങ്കിലും ഫെയിലിയർ ആവാം, അല്ലേ? ഓക്കെ, അപ്പോൾ ഫെയിലിയർ ആകുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഫെയിലിയർ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ നെറ്റ്വർക്കിനെ റിക്കവർ ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് നോർമൽ സ്റ്റേജിലേക്ക് വളരെ പെട്ടെന്ന് നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റണം. ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ, വി ക്യാൻ സേ ദാറ്റ് നെറ്റ്വർക്ക് ഈസ് ഹൈലി റിലയബിൾ. മനസ്സിലായോ? അതായത് എറർ അടിക്കുകയോ അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ഉണ്ടാവാനോ പാടില്ല നെറ്റ്വർക്കിന്. അല്ല, ഇൻ കേസ് നെറ്റ്വർക്കിൽ ഫെയിലിയർ ഉണ്ടായി അല്ലെങ്കിൽ നെറ്റ്വർക്ക് ബ്രേക്കായി, ഓക്കെ, ദെൻ ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്കതിനെ ബാക്ക് ടു നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. ദാറ്റ് ഈസ് റിലയബിലിറ്റി. സോ നോക്കുക, ഫ്രീക്വൻസി ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് കുറവായിരിക്കണം. അല്ല, ഇൻ കേസ് ഓഫ് ഫെയിലിയർ ഉണ്ടായാൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് അതിനെ ബാക്ക് ടു നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. ദാറ്റ് ഈസ് നമുക്ക് എളുപ്പത്തിൽ സിസ്റ്റത്തിനെ റിക്കവർ ചെയ്യാൻ പറ്റണം. അങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് നെറ്റ്വർക്ക് ഈസ് ഹൈലി റിലയബിൾ. മനസ്സിലായോ? ദെൻ ലാസ്റ്റ് വൺ, സെക്യൂരിറ്റി. എന്താണ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, അല്ലേ, നെറ്റ്വർക്കാണ്, നമ്മൾ ഡേറ്റ ധാരാളം സെൻഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ വാട്സാപ്പിലാണെങ്കിൽ ഡേറ്റ അയക്കുന്നുണ്ടാവാം, അല്ലെ, വാട്ട് എവർ ഡേറ്റ എങ്ങനെയൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഞാൻ അയക്കുന്ന ഡേറ്റ ഇന്ന ആൾക്കാണ് പോവേണ്ടത്,
അല്ലാതെ വേറൊരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആളിലേക്ക് ഡേറ്റ പോകാൻ പാടില്ല. ദാറ്റ് ഈസ് നെറ്റ്വർക്കിലുള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസുകളെ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഇല്ലേ? ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഞാൻ അയക്കുന്ന ഡേറ്റ എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന റോൾ നമ്പർ 1 എന്ന് പറയുന്ന കുട്ടിക്കാണെന്ന് വിചാരിക്കുക. ബാക്കിയുള്ള ആളുകളിലേക്ക് ആ ഡേറ്റ പോകാൻ പാടില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ വന്ന് ഞാൻ അയക്കുന്ന ഡേറ്റേനെ ആക്സസ് ചെയ്യാൻ പാടില്ല. അതാണ് പറഞ്ഞത്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിനെ റെസ്ട്രിക്റ്റ് ചെയ്യണം. റെസ്ട്രിക്റ്റ് അൺഓതറൈസ്ഡ് ആക്സസ് ഓഫ് ഡേറ്റ. ഓക്കെ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് ഉണ്ടാവാൻ പാടില്ല. ഇനി ഡേറ്റ നെറ്റ്വർക്കിൽ കൂടെ പോവുകയാണ് അല്ലേ? പോകുമ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡേറ്റ ഒരിക്കലും ഡാമേജ് ആവാൻ പാടില്ല അല്ലേ? നമ്മൾ ഹായ് എന്ന് അയച്ചാൽ അതവിടെ ഹായ് എന്ന് തന്നെ എത്തണം, അല്ലാതെ അതിന് രൂപമാറ്റം സംഭവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സം സോർട്ട് ഓഫ് ഡാമേജ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല. സോ റെസ്ട്രിക്റ്റ് ഡാമേജ് ടു ദ ഡേറ്റ. ദെൻ നോക്കൂ, നമ്മൾ എത്ര പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഡേറ്റ അയച്ചാലും അവിടെയൊക്കെ ഹാക്ക് ചെയ്യപ്പെടാൻ, അല്ലെങ്കിൽ നമ്മളുടെ ഡേറ്റ നഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ ഡേറ്റ ബ്രീച്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നതല്ല, ഇൻ്റർനെറ്റിൽ കൂടെ കോടികൾ കവർന്നു, അല്ലെങ്കിൽ ഇന്ന പോലെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ സെക്യൂർ ആണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എന്നാലും അവിടെ ഡേറ്റ ബ്രീച്ചസ് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കയറി നമ്മളുടെ ഡേറ്റേനെ എടുത്ത് അതിനെ ഒരു ഇല്ലീഗൽ വേയിൽ യൂസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ ധാരാളം ഡേറ്റ നമുക്ക് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളിലൊക്കെ നമുക്ക് ലോസ് സംഭവിക്കാം. സോ ഡേറ്റ ബ്രീച്ചസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അതിനെ നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, റിക്കവറി ചെയ്യാനായിട്ട് പറ്റണം. സോ ഇങ്ങനെയുള്ള പോയിന്റ്സ് എല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു നെറ്റ്വർക്കിനെ നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. മനസ്സിലാവുന്നോ? ഒരു നെറ്റ്വർക്കിനെ നമ്മൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന എല്ലാ ക്രൈറ്റീരിയാസും ഫുൾഫില്ല് ചെയ്യുന്ന രീതിയിൽ വേണം ആ നെറ്റ്വർക്കിനെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ എന്താണ് പറ്റുക? ആ നെറ്റ്വർക്ക് നല്ല ഈ പറയുന്ന പോലെ നല്ല എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് സൂപ്പർ. എറർ അടിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫെയിലിയേഴ്സ് ഉണ്ടാവാം, ആയിക്കോട്ടെ, പക്ഷെ അതിനെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയാൽ മതി. സോ റിലയബിലിറ്റി എന്നുള്ള പോയിന്റ് കവർ ആവും. അതുപോലെ പെർഫോമൻസ്, ഈ പറയുന്ന 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ട്രാൻസിറ്റ് ടൈം, റെസ്പോൺസ് ടൈം, ത്രൂപുട്ട് ആൻഡ് ഡിലേ. അത് എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് ഐഡിയ ഉണ്ടാവണം. ത്രൂപുട്ട് ആണെങ്കിൽ കൂടിയിരിക്കണം, ഡിലേ ആണെങ്കിൽ കുറഞ്ഞിരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ നെറ്റ്വർക്കിനെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട്. ദെൻ സെക്യൂരിറ്റി നമ്മൾ പറഞ്ഞു, നെറ്റ്വർക്കാണ്. നമ്മൾ എത്ര സെക്യൂരിറ്റി കൊടുക്കാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ ഹാക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റി ഡേറ്റ എടുത്തുകൊണ്ട് പോവും, അതുപോലെ ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടാവാറുണ്ട്. ബട്ട് സംവോട്ട് നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസംസ് ഒക്കെ നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഒരു നെറ്റ്വർക്ക് നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കാനായിട്ട്. സോ ഓൾ ദീസ് 3 things should be in care while creating a network. സോ അതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് ക്രൈറ്റീരിയ എന്നുള്ള ടൈറ്റിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ട് വെച്ചാൽ ചോദിച്ചോളാം.